അപ്പം പാരമ്പര്യമായിട്ട് ചെണ്ട കൊട്ടുക, ഇലത്താളം അമ്മ വായിക്കാൻ. കൊട്ടുന്നതാണ്, അമ്മയും കൊട്ടുന്നതാണ്. ഞങ്ങള് നേരത്തെ 2012 തന്നെ ചെണ്ടമേളം പഠിച്ചിറങ്ങിയതാണ്, അമ്മ ഇറങ്ങിയതാണ്. പിന്നെ ഇടയ്ക്ക് നിങ്ങൾ നിർത്തി. കുട്ടിക്കാലം തൊട്ട് അമ്മ ചെണ്ട കൊട്ടുന്ന കണ്ടു വളർന്നതായിരിക്കും അല്ലേ? അമ്മയുടെ കൂടെ തന്നെ ഇരുന്ന് പരിപാടിക്ക് പോയി, എല്ലാം കൊണ്ടും അമ്മയാണ് പഠിപ്പിച്ചത്, അമ്മയാണ് കൊട്ടാൻ ഇറക്കിയതൊക്കെ ചെയ്തത്. അമ്മയാണ് ഗുരു. ഗുരു അങ്ങനെയല്ല, നമുക്ക് ഗുരു വേറെ ഉണ്ടല്ലോ, പഠിപ്പിക്കാൻ വേറെ ആൾക്കാരുണ്ടല്ലോ. അമ്മയാണ് കൊണ്ടുപോയിട്ടുള്ളത്. പിന്നെ എല്ലാവരും സപ്പോർട്ടാണ് പരിപാടിക്കൊക്കെ ഇറക്കാനും കൊണ്ടുപോകാനൊക്കെ. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യും. പിന്നെ അമ്മ ഇടയ്ക്ക് നിർത്തി വെച്ചു എന്ന് പറഞ്ഞാൽ ജോലി, ബാങ്കിൽ സീക്രട്ട് ജോലിയാണല്ലോ, അപ്പോൾ എപ്പോഴും ലീവ് എടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്തായിരുന്നു ആ കൊട്ട് സമയം. അപ്പോൾ ക്ലാസ് പോക്ക് ഭയങ്കരമായിട്ട് മുടങ്ങിയോണ്ട് പിന്നെ അച്ഛൻ പറഞ്ഞ് നിർത്തിക്കോന്ന് പറഞ്ഞു. അങ്ങനെ നിർത്തി. പിന്നെ +2 കഴിഞ്ഞിട്ടാണ് ഈ കൊട്ടിലേക്ക് ഇറങ്ങിയതും ഡാൻസിലേക്കൊക്കെ ഇറങ്ങിയതും. അപ്പൊ 8ാം ക്ലാസ് തൊട്ട് കൊട്ടാൻ പോവായിരുന്നോ? 8ാം ക്ലാസ് തൊട്ട് കൊട്ടാൻ പോവായിരുന്നു. പിന്നെ 6ാം ക്ലാസ് തൊട്ട് ഡാൻസ് പഠിച്ചിറങ്ങിയത്, അരങ്ങേറിയതും 6ാം ക്ലാസ് 7ാം ക്ലാസ് വെച്ചാൽ. 8ാം ക്ലാസ് തൊട്ടപ്പോ ഇത് വെയിറ്റ് അല്ലേ ഇലത്താളം? നല്ല വെയിറ്റ് ആണുള്ള സാധനമാണ്. എന്നാലും 8ാം ക്ലാസ്സിൽ എല്ലാവർക്കും ഭയങ്കര വേറെ എന്തിനോടെങ്കിലും ആയിരിക്കും ക്രേസ്. അപ്പൊ എന്ത് 8ാം ക്ലാസ്സുകാരിയുടെ മനസ്സെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര മേഡത്തിനേക്കാളും കൂടുതൽ ഡാൻസ് ആയിരുന്നു. ഡാൻസ് കാരി എന്നാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത്. ഡാൻസ് കണ്ണൊക്കെ ആയതുകൊണ്ടേ ഡാൻസ് ആയിരുന്നു മെയിൻ ആയിട്ട്. പിന്നെ ഇടയ്ക്ക് നമ്മുടെ സ്ത്രീകൾക്കായിട്ട് ഒരു ജൂതം ഉണ്ടല്ലോ പഞ്ചായത്തിൽ നിന്ന്, അങ്ങനെ കിട്ടിയതാ ഞങ്ങൾക്കിത്. അപ്പോൾ ഒരു ലോണും ഉണ്ട്. അങ്ങനെ പിള്ളേർ സ്വയമായിട്ട് തൊഴിലാണല്ലോ, അങ്ങനെ ഞങ്ങൾ പഠിച്ചാണ്. കുറച്ച് പിള്ളേരുണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, അമ്മയൊക്കെ ഉണ്ടായിരുന്നു, വേറെ കുറേ പേരുണ്ടായിരുന്നു.